മലപ്പുറം മഞ്ചേരി ജനറൽ ആശുപത്രിയെ ചൊല്ലിയുള്ള വിവാദം മുറുകുന്നു. ജനറൽ ആശുപത്രി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് മഞ്ചേരി നഗരസഭയിലേക്ക് നാളെ LDF മാർച്ച് നടത്തും. ജനറൽ ആശുപത്രി നഗരസഭയ്ക്ക് കൈമാറുന്നതിൽ അന്തിമ തീരുമാനം ഉടൻ ഉണ്ടായില്ലെങ്കിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിക്കുമെന്ന് മഞ്ചേരി നഗരസഭയും അറിയിച്ചു. അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം. അഷ്കർ അലി, രാഷ്ട്രീയമായി വലിയ രീതിയിൽ ഒരു വിവാദം അത് കടുക്കുന്ന ഒരു സാഹചര്യമാണോ നമ്മൾ കാണുന്നത് മഞ്ചേരിയിൽ? സുജയ, മഞ്ചേരി ജനറൽ ആശുപത്രി വിഷയത്തിൽ അവ്യക്തത തുടരുന്ന സാഹചര്യത്തിൽ തന്നെ അതിന്റെ വിവാദം അതേസമയം തന്നെ മുറുകുന്നു. ഒരു പ്രത്യക്ഷമായ ഒരു രാഷ്ട്രീയ ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നാളെ മഞ്ചേരി നഗരസഭയിലേക്ക് LDF ബഹുജന മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. LDF മഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച്. അഥവാ മഞ്ചേരി ജനറൽ ആശുപത്രി നഗരസഭയ്ക്ക് കൈമാറിയെന്നും അത് നഗരസഭ സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് നഗരസഭയിലേക്ക് LDF മാർച്ച് നടത്തുന്നത്. അതേസമയം തന്നെ ഒരു ബഹുജന മാർച്ച് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് നടത്താനുള്ള തീരുമാനത്തിലാണ് UDF നിൽക്കുന്നത്. കാരണം നഗരസഭയിലേക്ക് കൈമാറി എന്ന് പറയുന്ന ജനറൽ ആശുപത്രി ഇതുവരെ വിട്ടുകിട്ടിയിട്ടില്ല, അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടുമില്ല. അതുകൊണ്ട് അത് ഉടൻ പൂർത്തിയാക്കണം. ഈ വിഷയത്തിൽ 4 ദിവസത്തെ സമയമാണ് അന്തിമ തീരുമാനം അറിയിക്കാൻ വേണ്ടി മഞ്ചേരി മെഡിക്കൽ കോളേജ് അധികൃതർക്ക് നഗരസഭ നൽകിയിരിക്കുന്നത്. ഭരണസമിതി കഴിഞ്ഞ ദിവസം പ്രതിഷേധമായി നഗരസഭയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ആ അന്തിമ തീരുമാനം അറിയിക്കാനുള്ള സമയം നാളെയാണ്. നാളെ അത് അറിയിച്ചില്ല എങ്കിൽ നാളെ മുതൽ തന്നെ ശക്തമായ ഒരു പ്രതിഷേധത്തിലേക്കും ബഹുജന മാർച്ചിലേക്കും പോകുക എന്നതാണ് മഞ്ചേരി നഗരസഭ ഭരണസമിതി തീരുമാനം. സ്വാഭാവികമായും ഒരു LDFന്റെയും UDFന്റെയും തുറന്ന രാഷ്ട്രീയ ഏറ്റുമുട്ടലിലേക്ക് കൂടി മഞ്ചേരി ജനറൽ ആശുപത്രി മാറുന്നു എന്നതാണ്. പക്ഷേ അപ്പോഴും ഏറ്റവും അടിസ്ഥാന പ്രശ്നമായി നമ്മൾ ഉയർത്തുന്ന വിഷയം മഞ്ചേരി ജനറൽ ആശുപത്രിയിൽ നിലവിലെ ഉത്തരവാദിത്വം ആർക്ക് എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാന സൗകര്യം എവിടെയാണ് എന്നുള്ളതാണ്. നിയമസഭയിലടക്കം ആരോഗ്യവകുപ്പ് മന്ത്രി നൽകിയ പ്രതികരണങ്ങളും പിന്നീട് പരസ്യമായി പ്രഖ്യാപിച്ച നിലപാടുകളിലും ഒക്കെ തന്നെ വലിയ വൈരുദ്ധ്യങ്ങളുണ്ട്. ജനറൽ ആശുപത്രി നിലവിലില്ല എന്നും എന്നാൽ അത് നിലനിർത്തി അതിന്റെ ഭൗതിക സൗകര്യം ഉപയോഗിച്ചുകൊണ്ടാണ് മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നതെന്നും ജനറൽ ആശുപത്രി നഗരസഭയ്ക്ക് കൈമാറി എന്നടക്കം വ്യത്യസ്ത പ്രതികരണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോഗ്യവകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ജനറൽ ആശുപത്രി നിലവിലുണ്ടോ, അതിന്റെ സംവിധാനങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ ഉത്തരവാദിത്തം ആർക്കൊക്കെയാണ്, അതിന്റെ HMC രൂപീകരണം തുടങ്ങിയ വിഷയങ്ങളൊക്കെ തന്നെ ആരോഗ്യവകുപ്പ് വ്യക്തത വരുത്തേണ്ടതുണ്ട്. അത് കൃത്യമായി 2 സംവിധാനമായി പ്രവർത്തിച്ചാൽ മലപ്പുറം ജില്ലയിൽ ലക്ഷക്കണക്കിന് വരുന്ന രോഗികൾക്ക്, സാധാരണക്കാർക്ക് അത് ഉപകാരപ്രദമായി മാറുകയും ചെയ്യും. അതിലേക്ക് ഒരു തീരുമാനം എത്തിക്കുന്നതിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ മുന്നണികൾ തയ്യാറാവേണ്ടത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ആരോപണങ്ങൾ ഉന്നയിച്ച ഒരു പരസ്യമായ രാഷ്ട്രീയ ഏറ്റുമുട്ടലിലേക്കാണ് ഇപ്പോൾ വിഷയം മാറുന്നത്. നാളെ LDF നഗരസഭയിലേക്ക് മാർച്ച് നടത്തുന്നു. അടുത്ത ദിവസം UDF മെഡിക്കൽ കോളേജിലേക്ക് മാർച്ച് നടത്താനും പദ്ധതി ഇടുന്നു എന്നതാണ് നിലവിലെ സാഹചര്യം. സുജയ.